ഏവർക്കും ഈശംശേഷമാകട്ടെ. ദൈവം എവരെയും അനുഗ്രഹിക്കട്ടെ. മാമോദീസായിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നുവെങ്കിൽ എന്തിനാണ് പിന്നീട് സ്ഥൈര്യലേപന കൂദാശ എന്നൊരു ചോദ്യം പലരിലും ഉണ്ടാവും. ഉത്തരം വളരെ സിമ്പിളായിട്ട് പറയാവുന്നതേ ഉള്ളൂ. മാമോദീസായിൽ നമുക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നു. നാം അതിലൂടെ ദൈവത്തിൻ്റെ മക്കളാകുന്നു, ക്രൈസ്തവരാകുന്നു. എല്ലാ പാപങ്ങളും കഴുകിക്കളയപ്പെടുന്നു. ജന്മപാപവും കർമ്മപാപവും അതിലൂടെ ഇല്ലാതാകുന്നു. നാം സഭയിലെ അംഗങ്ങളാകുന്നു. എന്നാൽ സ്ഥൈര്യലേപനത്തിൽ മറ്റൊരു പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നില്ല. പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് പീസ് ഒന്നുമല്ല, അല്ല വേറെയും അല്ല, ദൈവത്തിൻ്റെ ആത്മാവാണ്. ത്രിത്വത്തെ പറ്റിയുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നൽകുന്നുണ്ട്. അത് 3 വീഡിയോകളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. മാമോദീസയ്ക്ക് ലഭിച്ച അതേ പരിശുദ്ധാത്മാവിൻ്റെ കൃപ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് സ്ഥൈര്യലേപനത്തിലൂടെ ചെയ്യുന്നത് എന്ന് ചിന്തിക്കുക. അപ്പോസ്തലന്മാർ പെന്തക്കോസ്ത നാളിൽ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ധൈര്യത്തോടെ സുവിശേഷം പ്രസംഗിച്ചു തുടങ്ങിയതുപോലെ വിശ്വാസത്തിന് സാക്ഷ്യം വഹിക്കാനുള്ള ശക്തിയും ധൈര്യവും സ്ഥൈര്യലേപനത്തോടെ ലഭിക്കുകയാണ്. ജ്ഞാനസ്നാനം ലഭിച്ചവരാണ് ശിഷ്യർ. ക്രിസ്തുവിനൊപ്പം ഉണ്ടായിരുന്നവരാണ് ശിഷ്യർ. ക്രിസ്തുവിൻ്റെ അമ്മയോടൊപ്പം അവിടെ ആ മുറിയിൽ ഒരുമിച്ചിരിക്കുകയായിരുന്നു അത്രയും ദിവസം. അതിനുശേഷം തീനാളത്തിന്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവിൽ അവരുടെ മേൽ വർഷിച്ചപ്പോഴാണ് അവർക്ക് ശക്തി ലഭിച്ചത്. അവർ വിവിധ ഭാഷകളിൽ സംസാരിച്ചു തുടങ്ങിയത്. അവര് ജെറുസലേമിൽ സുവിശേഷം പ്രസംഗിച്ചു. ഒരൊറ്റ ദിവസം കൊണ്ട് 3000-ലധികം പേർ ജ്ഞാനസ്നാനപ്പെട്ടത്. അവർ അവരുടെ നാവിന്റെ കെട്ടഴിഞ്ഞു. ഇപ്പോൾ നാം പലയിടങ്ങളിലും കാണും, പരിശുദ്ധാത്മാവ് കൂടുമ്പോൾ ആളാളോളോളോ എന്നൊക്കെ പ്രൊച്ചെടുക്കുന്നത് കാണാം. അതിൽ എന്ത് യാഥാർത്ഥ്യമാണ് എന്നറിയില്ല. പരിശുദ്ധാത്മാവിന്റെ ഭാഷയല്ല അത്. പരിശുദ്ധാത്മാവ് സ്ഫുടതയുടെയും വ്യക്തതയുടേതുമാണ്. അതറിയുക. നാവിന്റെ കെട്ടഴിക്കുന്നവരാണ് പരിശുദ്ധാത്മാവ്. ചിന്തിക്കുക. അമൃതസറിൽ വെച്ച് പരിശുദ്ധാത്മാവ് തന്നെയാണ് സ്ഥൈര്യലേപനത്തോടെ ലഭിക്കുന്നത്. അത് സ്ഥിരപ്പെടുത്തുകയാണ്. പരിശുദ്ധാത്മാവിന്റെ 7 ദാനങ്ങൾ നമ്മിലേക്ക് പൂർണ്ണമായി ശക്തിപ്പെടുത്തുകയാണ്. ക്രിസ്തുവിന് ധൈര്യത്തോടെ സാക്ഷ്യം വഹിക്കാനുള്ള പ്രത്യേക കൃപ ലഭിക്കുകയാണ്. ഒരു കുഞ്ഞുകുട്ടിക്ക് എങ്ങനെയാണ് ആലോചന ഉണ്ടാവുക അല്ലേ? വിവേകം. അങ്ങനെ 7 ദാനങ്ങളും അവർ അല്പം പ്രായമായി കൗമാര പ്രായമാകുമ്പോഴല്ലേ അതിലേക്ക് വരുന്നത്. അതിനൊക്കെ ഒരു സ്ഥിരതയാണ് പരിശുദ്ധാത്മാവിന്റെ ദാനത്തിലൂടെ ലഭിക്കുക. 2 കൊരിന്ത്യർ 1:21-22 വാക്യങ്ങളിൽ ദൈവം നമ്മെ അഭിഷേകം ചെയ്ത് തൻ്റെ ആത്മാവിന്റെ മുദ്ര നൽകി എന്ന് പറയുന്നു. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 1255 മുതൽ 1321 വരെ സഭയുടെ പഠനങ്ങൾ പറയുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും നമുക്ക് കാണാം. എവരും ദൈവം അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിലുള്ള ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് താങ്ക് യു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്കും കൂടെ ലഭിക്കുവാൻ ഷെയർ ചെയ്യാൻ മറക്കില്ലല്ലോ. ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കുവാനായി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ.